We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര. കാരണം നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ഇത് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ അല്ല, പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇവർ ഒരാളും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോവാലോ, കൂട്ട് കാണും. ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് അവിടെ ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം കൊണ്ട് പോകാൻ മനസ്സിലായത്. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി? കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തോണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ വിരുദ്ധ എല്ലാം ത്രെട്ടൻ ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, ഇവരൊന്നും ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാം കംപ്ലൈന്റ് ആക്ച്വലി എടുത്ത് പറയുവാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നു. ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു, അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫ് ഫോൺ എടുത്തില്ല. ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കും ഇഷാനിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഇഷാനിയും പോയിരുന്നെങ്കിലില്ലേ ഇവരിത് ചെയ്യില്ലായിരുന്നു. അല്ല, കാരണം ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ ഇരിക്കല്ലേ, അതെടുത്ത് സ്കാൻ ചെയ്തു. കാർഡ് വർക്ക് ആവില്ല എന്ന് പറഞ്ഞില്ല, ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല. കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട്. കാർഡ് മെഷീൻ ഉണ്ട്. ക്യാഷ് ഒക്കെ തന്നെ വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ 2-3-5 ഞാൻ പോയി ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല. അവരെ ഇറക്കി വിടുവോ ചേട്ടാ? നിങ്ങൾ പറ. അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ഒരു ചെറിയ തെറ്റല്ല. നിങ്ങൾ ഒരു 10,000 രൂപ ഒരിക്കൽ മോഷ്ടിച്ചെന്നിരിക്കട്ടെ, നിന്നെ കള്ളിന്ന് വിളിക്കാം. ഇവിടെ നിന്ന് പോകുന്നു. ഐ തിങ്ക് വി ഷുഡ് ബി കോളിംഗ് ദ പോലീസ്. We should be calling the police. ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID-യും കയ്യിൽ വെക്കത്തില്ലേ? ആ സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങൾ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ? നിന്നെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടും. തെറ്റ് നീ പാളി. ആക്ച്വലി ഇല്ലപ്പോ ഇതിങ്ങനെ ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. ആധാറിന്റെ എന്താണ് ചെയ്യുന്നത്? സ്കാനർ
വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഞാൻ ചോദിച്ചെന്താ ഫോണില് എന്തെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത് അത് വർക്ക് ചെയ്യുന്നില്ല ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാനുള്ള ഐഡിയ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഇവര് പറയുന്ന സ്കാനർ നോക്കാവത്തില്ല, ക്യാഷ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ആകുമ്പോൾ അങ്ങനെ എടുക്കുക. അപ്പൊ ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ അത് ആദ്യം പറഞ്ഞത്? അത് ആരായിരിക്കും? അതുകൊണ്ട് ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇവിടെ കണ്ണടച്ച് പറയാൻ പറ്റുന്നത് അവളുടെ മോന്ത കണ്ടാ അറിയാലോ. അപ്പൊ നിങ്ങൾ അത് ഒരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. പക്ഷെ രാതൊന്നും അറിയില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഇതെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്? അറിയാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത്? എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാന്ന്. സത്യം പറ, കള്ളം പറയണ്ട, സത്യം പറ. അപ്പൊ ക്യാഷ് ആയിട്ട് വരുന്ന ഫുൾ ഡേ ടേക്കിംഗ്. അതല്ലേ ഞാൻ അവിടെ വല്ലപ്പോഴും ചെന്നപ്പോഴത്തേക്കും ക്യാഷ് ആയിട്ട് എടുത്തത് നമ്മൾ എങ്ങനെയാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്? അതെനിക്ക് കിട്ടില്ല. അല്ല ഇവര് മെയിൻ ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. CCTV ഇല്ല കറണ്ടില്. അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ അതാ ഞാൻ പറഞ്ഞേ. ഹൻസിക്കടെ കണ്ടോ ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചേ. ഇവര് പോകുമ്പോഴത്തേക്ക് ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? ക്യാഷ് എടുത്തിട്ടേ ഇല്ലേ? ഇത്രയും രൂപ ഇന്നലെ ഒരാളെ അടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് 1000 രൂപ കസ്റ്റമേഴ്സ് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അവര് കാർഡ് കൊടുത്തപ്പോ ഇവര് കാർഡ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമറോട് പറഞ്ഞു ATM പോയി ക്യാഷ് എടുത്തിട്ട് വന്നു. പറഞ്ഞ് ഇവര് വൈകുന്നേരം വരെ അവിടെ വെയിറ്റ്. അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ 5 മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തു നിന്നു 5 മണിക്ക് ശേഷം. എന്നിട്ട് 7000 എണ്ണി മേടിച്ചിട്ടാ പോയത്. ആ പൈസ എവിടെ? അത് അന്ന് തന്നെ ഇവര് ഹയാത്തിൽ പോയിട്ടുണ്ടോ? ക്യാഷ് എത്ര മേടിച്ചു? എന്നാലും ഒരു ഊഹം, ഉദ്ദേശം. ഒരു 2 ലക്ഷം അത്രയൊക്കെ ഉള്ളൂ. 1 ലക്ഷം അത് നിങ്ങൾക്ക് നിങ്ങൾ മോഷിച്ചാൽ നിങ്ങൾക്ക് ഒരു കണക്ക് വെക്കണ്ടേ? എത്ര പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ മോഷിച്ചാൽ? എന്നോട് കള്ളം പറഞ്ഞത് നിങ്ങൾ 3 പേര് മോഷ്ടിച്ചാൽ പോലെ 1 ലക്ഷം പോലും എടുത്ത് കളഞ്ഞിട്ടുണ്ടാകുന്ന എന്നോട് പറഞ്ഞു. ഇപ്പോ 7 ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും കിട്ടി. 5 ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. അപ്പൊ ഈ 1 ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ ഞെക്കുന്നു? എടുത്തിട്ടില്ല. അപ്പൊ ഒരു 50,000 എടുത്തിട്ടുണ്ടാവുമോ? അപ്പൊ ഒരു 5,000 പാവം 5,000 എടുത്തിട്ടില്ല. ഒരു ഓർഡറിന് ഒരു കസ്റ്റമറിന്റെ 7,000 കഥ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അവസാനം വരെ 3 പേര്. അയ്യോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല, മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര വീതിച്ചെടുത്തപ്പോ നിനക്ക് എത്ര കിട്ടിയെന്നല്ല ചോദിക്കുന്നത്. മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു? ദിവ്യ, ഞാൻ ദിവ്യക്ക് ചാൻസ് അതും അറിഞ്ഞുണ്ടല്ലോ, പിന്നെ ഇതുപോലെ ആയിരിക്കില്ല. അല്ല കാരണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഊമയെ പോലെ മിണ്ടാതിരുന്ന കൃത്യം ടോട്ടൽ ഞാൻ ഇത് നോക്കും. അടുത്ത സ്റ്റോറി ഞാൻ ഇടും. ഇങ്ങനെ അറിയാമോ ക്യാഷ് ആയിട്ട് നിങ്ങൾ എത്ര പേര് ക്യാഷ് കൊടുത്ത എല്ലാവരോടും? കാരണം വാങ്ങിച്ചവർക്ക് അറിയാലോ അവർ എത്ര കൊടുത്തു. അതെ കറക്റ്റ് കൃത്യമുള്ള എങ്ങനെയല്ല. ബിക്കോസ് ഞാൻ അവസാനം വരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് സത്യം അറിയണം. കാരണം അവൻ സ്റ്റോറി ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്? ബാക്കി 2 പോട്ടു അല്ല. അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് എല്ലാവരും 3 പേര് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ എന്തായാലും 40,000 രൂപ പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണക്ക് പോകണം. കാര്യം ഇതിലെ 2,000 രൂപ തിന്നു പറഞ്ഞവരാണ് നമുക്ക് 7 ലക്ഷത്തിന്റെ കണക്ക് പോകുന്നത്. അത്രയൊന്നും ക്യാഷ് പേയ്മെന്റ് കിട്ടും. കാര്യം എനിക്ക് മെസ്സേജ് അയച്ച ഒത്തിരി പേര് പറഞ്ഞത് ഇവർ ഇൻസിസ്റ്റ് ചെയ്തു ക്യാഷ് തന്നെ തരണം എന്നുള്ളത്. അതെന്റെ ചാറ്റ് വരും. ആര് ചോദിച്ചാലും ഞാൻ കാണിച്ചു. ഞാൻ ഇന്നത്തെ അല്ല ഞാൻ പറഞ്ഞേ അല്ല പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പോകാൻ ആഗ്രഹമുണ്ടോ വൈകുന്നുണ്ടോ നോക്കിയിട്ടല്ലോ. ഇപ്പൊ റേപ്പ് ചെയ്ത ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ താല്പര്യമുണ്ടോ പോകാൻ? അതിന് ഓരോരുത്തരും ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം എവിടെ പോയാലും എന്നെ പറ്റിച്ച പോലെ വേറെ ആൾക്കാർ പ്രഗ്നന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയത്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു പല ദിവസം കൊടുത്തു. അത് അറിഞ്ഞു ഒരു നവംബറിൽ ഞാൻ ഇവരോട് പറഞ്ഞുള്ള ഹോസ്പിറ്റലിലാണ് എനിക്ക് വരാൻ പറ്റില്ല. എന്തിന് ജോലി നടത്തിയത്? 2 വീട് കൂടെ വെക്കായിരുന്നു. 2 വീടാ അയാൾക്ക് അല്ല ഇവരെടുത്തിട്ടില്ല. നിങ്ങൾ മാത്രം എടുത്തില്ല. നിങ്ങൾ എടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു സെക്കൻഡ്.
ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തെന്തിനാണ്? അങ്ങനെയല്ല, ഇപ്പൊ ഒരാൾ പൈസ എടുത്തു വെച്ചു, അപ്പൊ 500 രൂപ കിട്ടിയ 3 പേരായിട്ട് അതല്ല നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ, പിന്നെ നോക്കണം. നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, അത് ആരുടെ അക്കൗണ്ട്? 1500 കിട്ടിയാൽ എനിക്ക് 500, നിങ്ങൾക്ക് 500, അങ്ങനെ 500. ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടെങ്കിലോ റെക്കോർഡ് വന്നാൽ എന്ത് ചെയ്യുന്നത്? അല്ലാതെ ഒരു സംസാരിക്കുകയായിരിക്കും. വന്നാൽ എന്ത് ചെയ്യും? കണക്ക് പ്രകാരം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് എടുത്തിട്ടെന്ന് പറയാൻ പറ്റുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്ക് മാറ്റി പറയല്ലേ, കംപ്ലീറ്റ് കൊടുക്കും കേട്ടോ. കംപ്ലീറ്റ് കൊടുക്കും. നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാൻ എത്രയാണെന്ന് ഉദ്ദേശം? എന്താ പറയാൻ വന്നേ? ഞങ്ങൾ 3 പേരും അങ്ങനെ എടുത്ത പൈസയാണ് വരുന്നത്. 2000 പോയിട്ട് ഞങ്ങൾ അത് മനസ്സിലായി. അങ്ങനെയാണ്. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് നിൽക്കില്ല കേട്ടോ. അറിയാലോ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു